ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി ആശാനാണ്. ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ആശാനെ. സമാദരണം നിർവഹിക്കുന്ന ശ്രീ ടി.എസ്. പട്ടാഭിരാമൻ അവർകൾ. ഗായത്രി നമ്പൂതിരി സഭയുടെ പ്രസിഡന്റ് ശ്രീ അരിക്കത്ത് നാരായണൻ നമ്പൂതിരി, അധ്യക്ഷ ശ്രീമതി മണപ്പള്ളി വത്സല അന്തർജനം, സഭയ്ക്ക് സ്വാഗതം ആശംസിക്കുന്ന ശ്രീമതി ബീന തടുക്കശ്ശേരി, ഇന്ന് ഇവിടെ സമാദരിക്കപ്പെടുന്ന ശ്രീമതി ഗൌരി വിഷ്ണു ആര്യമ്പിള്ളി, ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. മലയാള തനിമയും ഗരിമയും ഒത്തിണങ്ങിയ അങ്കനാലാവണ്യസുഭഗമായ കലാനുഭവമാണ് കൈകൊട്ടിക്കളി. കൈകൊട്ടിക്കളിയുടെ പാരമ്പര്യ വഴിയിലൂടെ ചുവടുവെച്ച് പുതുമയും പഴമയും ഇഴചേർന്ന നവീന അനുഭവം ആസ്വാദകർക്ക് സമ്മാനിച്ച ഒരു കൂട്ടം കലാകാരികളുടെ കൂട്ടായ്മയാണ് ഒറ്റപ്പാലം ഗായത്രി നമ്പൂതിരി സഭയുടെ ആർദ്രാമൃതം കൈകൊട്ടിക്കളി സംഘം. 2 പതിറ്റാണ്ടായി കൈകൊട്ടിക്കളി രംഗത്ത് സജീവവും ശ്രദ്ധേയവുമായ സാന്നിധ്യമായ ആർദ്രാമൃതം ടീം 200-ലധികം വേദികളെ കൈകൊട്ടിക്കളിയുടെ ചാരുതയാൽ സമ്പന്നമാക്കി. ശ്രീ N.K. ദേശം രചിച്ച് ശ്രീ അത്തിപ്പറ്റ രവി ഈണം നൽകിയ അമ്പലഗോപുര നടയിലൊരാന കൊമ്പനെ ഞാൻ കണ്ടേ എന്ന കവിത ചിട്ടപ്പെടുത്തി ആർദ്രാമൃതം ടീം 2016-ൽ ദൂരദർശനിൽ അവതരിപ്പിച്ച കളി ഏറെ ജനപ്രിയമായി. നിരവധി കൈകൊട്ടിക്കളി സംഘങ്ങൾ പല വേദികളിലും ആ പാട്ട് ഏറ്റെടുത്ത് ചുവടുവെച്ചു. പിന്നീട് ഇങ്ങോട്ട് ആർദ്രാമൃതം ചിട്ടപ്പെടുത്തിയ നിരവധി പാട്ടുകൾ കൈകൊട്ടിക്കളി സംഘങ്ങൾ നെഞ്ചേറ്റി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വേദികളിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വൈവിധ്യവും ആകർഷകവുമായ പരിപാടികൾ കോർത്തിണക്കി ധാരാളം എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞ ആർദ്രാമൃതം യൂട്യൂബ് ചാനൽ ഇന്ന് ലോകമെമ്പാടുമുള്ള ആസ്വാദക വൃന്ദത്തിന്റെ പ്രശംസ ആർജിച്ചു കഴിഞ്ഞു. ആർദ്രാമൃതം ടീമിന്റെ അവിരാമമായ ആത്മസമർപ്പണത്തിന്റെ സാക്ഷാത്കാരമാണ് ആർദ്രാഭിരാമം രാമഗാഥകളിലൂടെ എന്ന ഈ പ്രൊജക്ട്. ഈ പരിപാടിയിൽ പങ്കെടുത്ത് വേദിയെ ധന്യമാക്കാനെത്തിയ ഏവരെയും ഒരിക്കൽ കൂടി നമസ്കരിച്ചുകൊണ്ട് കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനയോടെ ആരംഭിക്കാം. വേദിയിൽ കുമാരി നിരഞ്ജന പെരുമ്പടപ്പ്, കുമാരി പാർവതി മണപ്പിള്ളി. അറിവിന്റെ ദീപം കൊളുത്താം, തിരിച്ചറിവിൻ വെളിച്ചം പരത്താം, കനിവോടെ കാണാം ഓരോ ജീവനും പ്രകൃതി തൻ വരദാനമെന്നറിയാം. സത്യശീലങ്ങളാൽ ചിന്തയും വാക്കും നിത്യവും ശുദ്ധമായി കാക്കാം. സത്യശീലങ്ങളാൽ ചിന്തയും വാക്കും നിത്യവും ശുദ്ധമായി കാക്കാം. അകമേ നിറയുന്ന അറിവാണു ഞങ്ങളിൽ ചിറകായി തീരുന്നതെന്നും ഒരുറവായി മാറുന്നതെന്നും. അകമേ നിറയുന്ന അറിവാണു ഞങ്ങളിൽ ചിറകായി തീരുന്നതെന്നും ഒരുറവായി മാറുന്നതെന്നും ഒരുറവയായി മാറുന്നതെന്നും. ഗായത്രി നമ്പൂതിരി സഭയുടെ തുടക്കം മുതൽ സഭയുടെ ഭാഗഭാക്കായിരുന്നു ശ്രീമതി ബീന തടുക്കശ്ശേരി. ആർദ്രാമൃതം പിന്നിട്ട നാൾവഴികളിൽ ഓരോന്നിലും കൈപിടിച്ച് കരുത്തായി
കൂടെ നിന്ന വ്യക്തിത്വം. ടീം കോർഡിനേറ്ററായ ശ്രീമതി ബീന തടുക്കശ്ശേരിയെ സഭയ്ക്ക് സ്വാഗതം ആശംസിക്കാനായി ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന കലാ ആസ്വാദകരെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാന നഗരിയിലെ ഈ സീതാരാമസ്വാമി സന്നിധി കലയും സംസ്കാരവും സാഹിത്യവും സമന്വയിക്കുന്ന ഒരു പുതിയ ആവിഷ്കാരത്തിന്റെ വിന്യാസത്തിന് ഇന്നത്തെ സന്ധ്യയിൽ വേദിയാവുകയാണ്. കലയ്ക്ക് പട്ടിന്റെ മൃദുത്വം പകരുന്ന ഗോപിയാശാനോടൊപ്പം ഈ വേദിയെ ധന്യമാക്കുന്ന മറ്റൊരു വിശിഷ്ടാതിഥിയാണ് പട്ടിന് കലാകാന്തി നൽകുന്ന വ്യവസായത്തെ നയിക്കുന്ന ശ്രീ TS പട്ടാഭിരാമൻ. കല്യാൺ സിൽക്സിന്റെ ചെയർമാനും MD-യുമായ അദ്ദേഹം ഒരു വ്യവസായ പ്രമുഖൻ എന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കലാ സാംസ്കാരിക രംഗങ്ങളെ സമാദരണത്തോടെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സഹൃദയൻ കൂടിയാണ്. കല്യാൺ സ്ഥാപനങ്ങൾ തൃശൂരിന്റെ പുതിയ വ്യവസായ ചരിത്രത്തിന്റെ അവിഭാജ്യ ഭാഗമാണ്. അത്ര തന്നെ ഈ നാടിന്റെ സാംസ്കാരിക ഗരിമയോട് ചേർന്ന് നിൽക്കുന്ന അഭിവന്ദ്യ വ്യക്തിത്വമാണ് ശ്രീ TS പട്ടാഭിരാമൻ. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സമാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പട്ടാഭിരാമൻ സാർ, വേദിയിലെയും സദസ്സിലെയും മറ്റു വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട ആസ്വാദകരെ, എല്ലാവർക്കും നമസ്കാരം. 2024 ഞങ്ങൾ ആർദ്രാമൃതം ടീമിന്റെ 20ാം വാർഷികമാണ്. ഈ വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാനായതിന്റെ ഒരു നിറഞ്ഞ സന്തോഷത്തിലാണ് ഞങ്ങൾ. 2020 ഈ ആർദ്രാഭിരാമത്തെ കുറിച്ച് 2 വാക്ക് പറയാം. 2020 ഞങ്ങൾ ഗായത്രി നമ്പൂരി സഭ ആർദ്രാമൃതം എന്ന ഒരു യൂട്യൂബ് ചാനൽ കോവിഡ് കാലത്ത് സ്റ്റാർട്ട് ചെയ്തത്. അതില് ആർദ്രാമൃതം സീരീസ്, അങ്ങനെ പല പരിപാടികളും ഞങ്ങൾ ചെയ്തു വന്നു. ഇപ്പൊ പാട്ടും കളിയും അതിലെന്ത് വ്യത്യസ്തത കൊണ്ടുവരാമെന്ന് ഞങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഒരു കഥ മുഴുവനായിട്ട് കൈകൊട്ടിക്കളി രൂപത്തിൽ അവതരിപ്പിച്ചാലോ എന്ന ചർച്ച വന്നത്. ഇപ്പൊ കഥകളിയിലൊക്കെ ഒരു ആട്ടക്കഥ മുഴുവനായിട്ട് അവതരിപ്പിക്കും, അതുപോലെ കൈകൊട്ടിക്കളിയിൽ ചെയ്താൽ എന്താ എന്നൊരു ചർച്ച വന്നു. അപ്പൊ അങ്ങനെ അത് 2020 ആ ആശയം വന്നു. പിന്നെ കോവിഡ് കഴിഞ്ഞു, അത് അങ്ങനെ നീണ്ടുപോയി. പിന്നെ അത് ആരെഴുതും എന്നുള്ളതൊക്കെ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഗൗരി വിഷ്ണു ആര്യമ്പള്ളി ഗൗരിയോപ്പിളെ ഞങ്ങൾ പരിചയപ്പെട്ടു. ഗൗരിയോപ്പിള അത് എഴുതി തരാമെന്ന് സന്തോഷത്തോടുകൂടി സമ്മതിച്ചു. ഇന്നിവിടെ നൽകുന്ന ഉപഹാരങ്ങൾക്കുമുണ്ട് ഒരു വൈശിഷ്ട്യം.
ഗായത്രി നമ്പൂതിരി സഭയുടെ ടീം അംഗങ്ങളിൽ ഒരാളായ കുമാരി ദേവിക ആവണപ്പലകയിൽ വരച്ച മിഴിവാർന്ന ചിത്രങ്ങളാണ് ഉപഹാരമായി സമർപ്പിക്കുന്നത്. ഇവിടെ ഉപഹാരം സമർപ്പിക്കുകയാണ്. ഉപവിഷ്ടരായ വിശിഷ്ടാതിഥികളെ, പ്രത്യേകിച്ച് ഇന്ന് ഈ കൈകൊട്ടിക്കളി ഉദ്ഘാടനം ചെയ്ത പത്മശ്രീ ഗോപിയാശാൻ, മറ്റ് വിശിഷ്ടാതിഥികൾ, സദസ്സിലുള്ള കലാസ്വാദകരെ, ഭക്തജനങ്ങളെ, ഈ പുഷ്പഗിരി ശ്രീരാമസ്വാമി ക്ഷേത്രം പല സാംസ്കാരിക പരിപാടികളിലും കലകളിലും സംഗീതത്തിലുമൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ ഇതിനു മുമ്പ് പറഞ്ഞ പ്രാസംഗികം പറഞ്ഞ മാതിരി തന്നെ വസന്തോത്സവം അറിയപ്പെടുന്ന എല്ലാ സംഗീത വിദ്വാൻമാരും ഇവിടെ വന്ന് അവരുടെ സംഗീതം നമുക്ക് ആസ്വദിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു കല, പ്രത്യേകിച്ചും ആർദ്രാമൃതം, ഗായത്രി നമ്പൂതിരി സഭ ഒറ്റപ്പാലം തുടങ്ങിവെച്ച ആർദ്രാമൃതം കൈകൊട്ടിക്കളി ഇന്നിവിടെ ഈ പുതിയ അധ്യായം, അതായത് രാമായണ കഥ, ഞാൻ മനസ്സിലാക്കിയത് ശ്രീരാമ ജന്മം മുതൽ പട്ടാഭിഷേകം വരെയുള്ള ശ്രീരാമ കഥ 1 മണിക്കൂർ കൊണ്ട് കൈകൊട്ടിക്കളിയായി ആസ്വാദകരെ ആസ്വദിപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള ഈ നമ്പൂതിരി സഭയെ പുഷ്പഗിരി അഗ്രഹാരത്തിലെ ഒരു താമസക്കാരൻ എന്ന നിലയിലും ഈ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം എന്ന നിലയിലും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വാസ്തവത്തിൽ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞ മാതിരി തന്നെ വലിയ വലിയ സംഗീത സദസ്സ് ഇവിടെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ ഞാനൊന്ന് സംശയിച്ചു പോയി. ഈ കൈകുട്ടിക്കളി ഒക്കെ പറയുമ്പോൾ അധികം ആളുണ്ടാവുമെന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ വളരെ അത്ഭുതമെന്ന് പറയട്ടെ, ഇന്ന് ഈ വേദിയും സദസ്സും നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കഥകളിയായാലും കൈകൊട്ടിക്കളിയായാലും അന്യം നിന്ന് പോകുമെന്ന് നാം വിചാരിച്ച ഈ കലകളെല്ലാം രണ്ടാമതും തിരിച്ചു വരുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. പാടിയാടി പരിചൊടു ചുവടും വച്ചു നന്നായി കളിക്കേ കായാമ്പൂവർണ്ണനാകും രഘുകുലതിലകൻ ഞങ്ങളെ കാത്തിടേണം. വർണ്ണനാകും രഘുകുലതിലകൻ ഞങ്ങളെ കാത്തിടേണം. വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെയും വാഗ്ദേവതയായ സരസ്വതീ ദേവിയെയും സ്തുതിക്കുന്ന ശ്രീമതേ വിഘ്നേശ്വര എന്ന വന്ദനസ്തുതിയോടെ കളി ആരംഭിക്കുകയായി. ശ്രീമതേ വിഘ്നേശ്വര ഗണനാഥ തവ കാൽക്കൽ ഏത്തമിട്ടു നമിക്കുന്നേ ബാലാർക്ക തേജോമയ. ശ്രീമതേ വിഘ്നേശ്വര ഗണനാഥ തവ കാൽക്കൽ ഏത്തമിട്ടു നമിക്കുന്നേ ബാലാർക്ക തേജോമയ. വിഘ്നമൊഴിച്ചിടണേ ഐശ്വര്യമേകിടണേ. വിഘ്നമൊഴിച്ചിടണേ ഐശ്വര്യമേകിടണേ. ഗജാനന നിന്റെ മുഖം
ശ്രീമതേ വിഘ്നേശ്വര അറിവാകും വെളിച്ചത്തെ ഉള്ളിൽ നിറയ്ക്കണേ നീ അറിവാകും വെളിച്ചത്തെ ഉള്ളിൽ നിറയ്ക്കണേ നീ വാഗധീശ്വരി ദേവി സരസ്വതി തുണയ്ക്കണേ വാഗധീശ്വരി ദേവി സരസ്വതി തുണയ്ക്കണേ ഗുരുവന്ദനവും ചെയ്യാം സദസ്സിനെ വന്ദിച്ചിടാം ഗുരുവന്ദനവും ചെയ്യാം സദസ്സിനെ വന്ദിച്ചിടാം ലോകർക്കായി അർപ്പിച്ചിടാം കലയെയും വന്ദിച്ചിടാം ലോകർക്കായി അർപ്പിച്ചിടാം കലയെയും വന്ദിച്ചിടാം ശ്രീമതേ വിഘ്നേശ്വര വീഡിയോ എടുക്കുന്ന പ്രദീപകം അത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം എന്നാണ് തുഞ്ചത്ത് ആചാര്യമതം. ദേവാ ചൊല്ലേണം രാമതത്വം ശ്രീരാമഹൃദയം നിത്യം മനനം ചെയ്യണം നന്നായി പരമേശ മഹാദേവ ചൊല്ലേണം രാമതത്വം ശ്രീരാമഹൃദയം നിത്യം മനനം ചെയ്യണം നന്നായി കൈവല്യ പദപ്രാപ്തി വരിക്കണം മഹാപ്രഭോ സച്ചിദാനന്ദരൂപം തെളിയണം ഉള്ളിൽ നന്നായി കൈവല്യ പദപ്രാപ്തി വരിക്കണം മഹാപ്രഭോ സച്ചിദാനന്ദരൂപം തെളിയണം ഉള്ളിൽ നന്നായി മൽപ്രാണസഖി ദേവി ഉത്തമനാരിയാം നിൻ ഇംഗിതമറിഞ്ഞോദാം പരമാത്മതത്വത്തെ ഞാൻ മൽപ്രാണസഖി ദേവി ഉത്തമനാരിയാം നിൻ ഇംഗിതമറിഞ്ഞോദാം പരമാത്മതത്വത്തെ ഞാൻ ജീവാത്മാ പരമാത്മാ ഐക്യം ഉണ്ടായിടണം പരമ്പൊരുളായ രാമൻ സച്ചിദാനന്ദൻ നിത്യം ജീവാത്മാ പരമാത്മാ ഐക്യം ഉണ്ടായിടണം പരമ്പൊരുളായ രാമൻ സച്ചിദാനന്ദൻ നിത്യം നിർമ്മല